ഹലോ ഡിയർ കോഡ് ലേണേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ റിക്കേഴ്സീവ് ഫംഗ്ഷൻ്റെ കുറച്ചും കൂടി എക്സാമ്പിൾസ് ആണ് ചെയ്തു നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 3 ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് റിക്കേഴ്സീവ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് 2 നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം. സെക്കൻഡ് ക്വസ്റ്റ്യന് റിക്കേഴ്സീവ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് തന്നെ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മെത്തേഡും. ദെൻ തേർഡ് ക്വസ്റ്റ്യന് 2 നമ്പറിന്റെ GCD കാണാൻ, അതായത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഒരു റിക്കേഴ്സീവ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് കാണാനുള്ള മെത്തേഡുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് 2 നമ്പർ ഒരു റിക്കേഴ്സീവ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ആഡ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 2 നമ്പർ 3, 4 ഈ 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നു നിർത്തുക. അപ്പോൾ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് അഡീഷൻ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ഫോർ സിംപ്ലിസിറ്റി നമുക്ക് എക്സാമ്പിൾ 3ഉം 4ഉം ആയിട്ട് എടുക്കാം. A = 3, B = 4. ഫോർ എക്സാമ്പിൾ A = 3, B = 4. അപ്പോൾ ഇതിനകത്ത് എയും ബിയും ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു റിക്കേഴ്സീവ് പ്രൊസീജിയറിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റിക്കേഴ്സീവ് പ്രൊസീജിയറിന് ഒരു ബേസ് കണ്ടീഷൻ എന്തായാലും വേണം. അതായത് ഒരു സ്റ്റോപ്പ് കണ്ടീഷൻ. ആ ബേസ് കണ്ടീഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ഇൻഫിനിറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. പ്രോഗ്രാം സ്റ്റോപ്പ് ആവലുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബേസ് കണ്ടീഷൻ കൊടുക്കാനുള്ളത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒരു ബേസ് കണ്ടീഷൻ ഇങ്ങനെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇഫ് A = 0 ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ A = 3 ആണ്. അപ്പോൾ A = 0 ആണെങ്കിൽ എയും ബിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? 4 ആയിരിക്കും, അതായത് B ആയിരിക്കും. അപ്പോൾ അതൊരു ബേസ് കണ്ടീഷൻ ആയിട്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇഫ് A = 0 ആണെങ്കിൽ എന്ത് ചെയ്യാം? റിട്ടേൺ B, അല്ലേ? ഇതൊരു ബേസ് കണ്ടീഷൻ ആയിട്ട് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നേരെ തിരിച്ചും കൊടുക്കാമല്ലോ. ഫോർ എക്സാമ്പിൾ ഇഫ് B = 0 ആണെങ്കിൽ റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ബേസ് കണ്ടീഷൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നമ്പർ, അതായത് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഏതും ആയിക്കോട്ടെ, 0 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു റിക്കേഴ്സീവ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബേസ് കണ്ടീഷൻ കൊടുക്കൽ റിക്കേഴ്സീവ് പ്രൊസീജിയറിന് മസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ 2 നമ്പർ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എയുടെ കൂടെ ബിനെ 4 ടൈംസ് 1 ആഡ് ചെയ്യുന്നതിന് ഈക്വൽ അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 3 + 4 ആണ് കാണേണ്ടത്. സോ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ റിസൾട്ട് ഈക്വൽ ടു അവിടെ പ്രോഗ്രാം അല്ല എഴുതുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. റിസൾട്ട് ഈക്വൽ ടു എയുടെ വാല്യൂ എന്താണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 3, അതോട് കൂടെ 4 ടൈംസ് 1 ആഡ് ചെയ്യുന്നതിന് ഈക്വൽ അല്ലേ? ഫോർ എക്സാമ്പിൾ 1 + 1 + 1 + 1, 4 ടൈംസ് 1 ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ് ഇതിന്റെ റിസൾട്ട്. അതായത് 3 + 1 4, 4 + 1 5, 5 + 1 6, 6 + 1 7. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് 1 ആഡ് ചെയ്യുന്നതാണ് എന്ത്? അഡീഷന്. അപ്പൊ ഇത് ഏതുവരെ പോകണം? എത്ര ടൈംസ് വർക്ക് ചെയ്യണം? ഇവിടെ 4 ടൈംസ് വർക്ക് ചെയ്യണം. അതായത് ബിയുടെ വാല്യൂ ഓരോ ഫംഗ്ഷൻ കോളിങ്ങിലും ബിയുടെ വാല്യൂ ഒന്ന് ഡിക്രിമെന്റ് ചെയ്ത് പോവുക, എങ്കിലേ ബിയുടെ വാല്യൂ 0 എത്തുള്ളൂ. അപ്പോഴേ നമുക്ക് ഈ ബേസ് കണ്ടീഷനിലോട്ട് എത്തുള്ളൂ. ഇഫ് B = 0 ആണെങ്കിൽ റിട്ടേൺ A. അപ്പോൾ ഇതിന്റെ ലോജിക്ക് മനസ്സിലാവാനും വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു സ്ലൈഡ് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ടു ഫൈൻഡ് ദി ആഡ് ഓഫ് 3, 4, അതായത് ആഡ് ഓഫ് എന്നുള്ളത് ഒരു ഫംഗ്ഷന്റെ പേരാണ്. അപ്പോൾ ഇത് നമുക്കൊരു റിക്കേഴ്സീവ് ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇവിടെ 3ഉം 4ഉം നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള റിക്കേഴ്സീവ് പ്രൊസീജിയറാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് ഇതാണ് നമ്മളെ ഫംഗ്ഷന്റെ പേര് ആഡ്. ആർഗ്യുമെന്റ് ആയിട്ട് എയും ബിയും ആണ് വരുന്നത്. ഇഫ് B = 0 ആണെങ്കിൽ A റിട്ടേൺ ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഇത് നിങ്ങൾക്ക് നേരെ തിരിച്ചു വേണമെങ്കിലും കൊടുക്കാം. ഇഫ് A = 0 ആണെങ്കിൽ റിട്ടേൺ B. ഇവിടെ ഞാൻ B കൊടുത്തു എന്നുള്ളൂ. അതല്ലെങ്കിൽ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? ആഡ് ഓഫ് സെയിം ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യാണ്. അതാണ് റിക്കേഴ്സീവ് പ്രൊസീജിയർ. ആഡ് ഓഫ് A, B - 1 + 1. അപ്പോൾ ഓരോ പ്രാവശ്യം ഇത് കോൾ ചെയ്യുമ്പോഴും ബിയുടെ വാല്യൂ ഡിക്രിമെന്റ് പോവുക, എങ്കിലേ ബിയുടെ വാല്യൂ 0 എത്തുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യം കോൾ ചെയ്യുമ്പോഴും എന്ത് ചെയ്യുക? 1 ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക, റിസൾട്ടിന്റെ കൂടെ 1 ആഡ് ചെയ്ത് പോവുക. സോ ഈ ഒരു കേസിൽ 3 + എന്ത് ചെയ്യും? 3 +
4 ടൈംസ് 1 ആഡ് ചെയ്യും. അപ്പോൾ ഇതിനെ വർക്കിംഗ് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ബ്ലോക്ക് ഡയഗ്രാം കാണിച്ചു തരാം. സോ ഇനീഷ്യലി എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു 4. സോ ആഡ് ഓഫ് എ കോമ ബി മൈനസ് 1 വിളിക്കും അല്ലേ. അതായത് ഇവിടെ ഈ കണ്ടീഷൻ ഫാൾസ് ആണ്, ബി ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ നേരെ എൽസിലോട്ടാണ് വരിക. സോ വീണ്ടും ആഡ് ഓഫ് എ കോമ ബി മൈനസ് 1. ബിയുടെ വാല്യൂ ഇവിടെ 4 ആണ്. സോ 4 മൈനസ് 1 3. സോ ആഡ് ഓഫ് 3 കോമ 3 പ്ലസ് 1. അപ്പോൾ വീണ്ടും ഈ ആഡ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അപ്പോൾ ഇതിലോട്ട് ആർഗ്യുമെന്റ് എന്തൊക്കെ വരുന്നത്? എ ഈക്വൽ ടു 3യും ബി ഈക്വൽ ടു 3യും ആണ് വരുന്നത് ഇവിടുന്ന് അല്ലേ. എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു 3. സോ ഇവിടുന്ന് വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യും. അതായത് ബിയുടെ വാല്യൂ 0 അല്ല. സോ എൽസ് ആഡ് ഓഫ് എയുടെ വാല്യൂ 3 തന്നെയാണ്, ബിയുടെ വാല്യൂ 1 ഡിക്രിമെന്റ് ചെയ്യും, 3,2 പ്ലസ് 1 ചെയ്യും. സോ എഗെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്തു. എ ഈക്വൽ ടു 3 ആണ്, ബി ഈക്വൽ ടു 2 ആണ്. സോ ആഡ് ഓഫ് 3,1 പ്ലസ് 1, ബിയുടെ വാല്യൂ 1 ഡിക്രിമെന്റ് ചെയ്തിട്ട് വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്തു. സോ എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു 1. ഇവിടെ ജി സി ടി അല്ല, ആഡ് ആണ്. ആഡ് ഓഫ് 3,0 പ്ലസ് 1. സോ എഗെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്തു. സോ എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു 0. അപ്പോൾ ബി ഈക്വൽ ടു 0 എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് എ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ 3 ആണ്. സോ ആ 3 എന്നുള്ള വാല്യൂ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും ഈ ഫംഗ്ഷനിലോട്ട്. അതായത് ഇവിടുന്നാണ് കോൾ വന്നത് ഇങ്ങോട്ട്. സോ 3 ഇവിടെ പ്ലസ് 1 നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ സ്ഥാനത്ത് ഇവിടെ ആഡ് എന്നാണ്, ജി സി ഡി അല്ല. ആഡ് ഓഫ് 3,0യുടെ സ്ഥാനത്ത് എന്ത് വരും? 3 എന്നുള്ള റിസൾട്ട് വരും. സോ 3 പ്ലസ് 1 എത്രയാണ്? 4. അത് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. സോ ആഡ് ഓഫ് 3,1ന്റെ സ്ഥാനത്ത് 4 വരും. 4 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. സോ ആഡ് ഓഫ് 3,2ന്റെ സ്ഥാനത്ത് 5 വരും. സോ 5 പ്ലസ് 1 6 ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. സോ 6 പ്ലസ് 1 7. അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പ്രോഗ്രാം ആയിട്ടൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഐഡിയ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂസർ ഇടുന്ന 2 നമ്പർ ഫസ്റ്റ് റീഡ് ചെയ്യണം. സോ എ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യാം. ഇതേപോലെ തന്നെ ബിയുടെ വാല്യൂം റീഡ് ചെയ്യാം. ബി ഈക്വൽ ടു എൻ്റർ ദ സെക്കൻഡ് നമ്പർ. ഇനി നമുക്ക് ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. സോ റിസൾട്ട് ഈക്വൽ ടു ആഡ് ഓഫ് എ കോമ ബി. ദെൻ ഇവിടെ കിട്ടുന്ന റിസൾട്ടാണ് നമുക്ക് പ്രിന്റ് ചെയ്യിക്കേണ്ടത്. സോ പ്രിന്റ് ദ റിസൾട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് ആ റിസൾട്ടാണ് പ്രിന്റ് ചെയ്യിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് മേലെ ഡിഫൈൻ ചെയ്യാം. DEF ആഡ് ഓഫ് എ കോമ ബി. നിങ്ങൾക്ക് എയും ബിയും തന്നെ വേരിയബിൾ ഇവിടെ കൊടുക്കണം നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. സോ എയും ബിയും കൊടുത്തു. നമുക്ക് നേരത്തെ പ്രൊസീജിയർ എഴുതാം. ഇഫ് ബി ഈക്വൽസ് 0 ആണെങ്കിൽ റിട്ടേൺ എ അല്ലേ, എ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എൽസ് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? റിട്ടേൺ വീണ്ടും ആ സെയിം ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുക. ആർഗ്യുമെന്റ് ആയിട്ട് എയും ബി മൈനസ് 1 ആണ് പാസ് ചെയ്യേണ്ടത്. കാരണം ഓരോ ടൈം കോൾ ചെയ്യുമ്പോഴും ബിയുടെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്ത് പോകണം. പ്ലസ് 1 കൂടി ചെയ്യാം. ഓരോ ടൈം ആകുമ്പോഴും 1 ഇങ്ങനെ ആഡ് ചെയ്ത് പോകണം. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. അതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്യാം. നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യാം. സോ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. നമുക്ക് നേരത്തെ കൊടുത്ത അതേ വാല്യൂന് കൊടുക്കാം 3. എൻ്റർ ദ സെക്കൻഡ് നമ്പർ 4. സോ ദ റിസൾട്ട് ഈസ് 7. ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 10. എൻ്റർ ദ സെക്കൻഡ് നമ്പർ 20. ദ റിസൾട്ട് ഈസ് 30. അപ്പോൾ പ്രോഗ്രാം സക്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് 2 നമ്പർ ആഡ് ചെയ്യാനുള്ള റിക്കഴ്സീവ് പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ലോജിക്ക് ഒന്ന് നോക്കാം. നമുക്ക് ഈ പ്രോഗ്രാം തന്നെ മോഡിഫൈ ചെയ്യാം. അപ്പം നിങ്ങൾക്കറിയാം 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നമ്പർ, അതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ 0 ആണെങ്കിൽ റിട്ടേൺ 0 അല്ല. അതാണ് അവിടുത്തെ ബേസ് കണ്ടീഷൻ. അതായത് ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം 0 ആയി കഴിഞ്ഞാൽ റിസൾട്ട് 0 റിട്ടേൺ ചെയ്താൽ മതി. അല്ലാത്ത കേസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 into 4 ആണ് ചെയ്യുന്നതെങ്കിൽ 3നെ 4 പ്രാവശ്യം ആഡ് ചെയ്താൽ മതി അല്ലേ. ഫോർ എക്സാമ്പിൾ 3 into 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 + 3 + 3 + 3 ആണ് അല്ലേ. അതായത് 4 ടൈംസ്, അതായത് ബി ടൈംസ് എനെ ആഡ് ചെയ്യണം. ഇതേ ലോജിക്കാണ് നമ്മൾ ഇനി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഇതിന് ചെറിയൊരു സ്ലൈഡ് ഒന്ന് നോക്കാം.
For example, to find the product of two numbers, we need to find or we need to call the mul function 3 comma 4, and the recursive procedure is, so here diff mul of a comma b, ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ 0 ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ റിട്ടേൺ സെയിം ഫംഗ്ഷൻ തന്നെ വീണ്ടും കോൾ ചെയ്യാം, എ കോമ ബി മൈനസ് 1. ഓരോ പ്രാവശ്യം എന്ത് ചെയ്യണം, ബി മൈനസ് മൈനസ് ചെയ്ത് പോകണം, ബിയുടെ വാല്യൂ 0 എത്തുന്നവരെ പോകണം. അപ്പോൾ ഇതാണ് റിക്കഴ്സീവ് പ്രൊസീജിയർ. അപ്പോൾ അത്രയും ടൈംസ് എ ആഡ് ചെയ്ത് പോകണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ. എയുടെ വാല്യൂ 3 ആണ്, ബിയുടെ വാല്യൂ 4. സോ വി ആർ കോളിംഗ് ദ സെയിം ഫംഗ്ഷൻ മൾ ഓഫ് 3 കോമ 3 പ്ലസ് 3. സോ അടുത്ത ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷനിലോട്ട്, അതായത് സെയിം ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷേ സെയിം ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യാണ്. സോ എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു 3. ദെൻ അഗെയിൻ മൾ ഓഫ് എ കൊമ ബി മൈനസ് 1. അപ്പോൾ ബിയുടെ വാല്യൂ 3 ആണ്, 3 മൈനസ് 1 2 ആണ്. പിന്നെ മൂന്നാമത്തെ മെത്തേഡിലോട്ട് പോകുന്നത്. സോ മൾ ഓഫ് 3 കോമ 1 വിളിക്കും. ദെൻ മൾ ഓഫ് 3 കോമ 0 വിളിക്കും. സോ ബിയുടെ വാല്യൂ 0 എത്തിക്കഴിഞ്ഞാൽ റിട്ടേൺ 0 ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്നത് ഇങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുക, ഈ ഒരു സ്ഥലത്തോട്ടാണ് റീപ്ലേസ് ആവുക. സോ മൾ ഓഫ് 3 കോമ 0യുടെ സ്ഥാനത്ത് 0 വരും. സോ 0 പ്ലസ് 3 ദാറ്റ്സ് ഈക്വൽ ടു 3 ആണ്. അത് തൊട്ട് ബാക്കിലോട്ട് റിട്ടേൺ ചെയ്യും. സോ 3 പ്ലസ് 3, ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന 3 പ്ലസ് ഇവിടെ കിട്ടിയിട്ടുള്ള 3, സോ ദാറ്റ്സ് ഈക്വൽ ടു 6. അത് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. സോ 6 പ്ലസ് 3 ദാറ്റ്സ് ഈക്വൽ ടു 9. ദെൻ 9 പ്ലസ് 3 ദാറ്റ്സ് ഈക്വൽ ടു 12. സോ അതാണ് ഇവിടുത്തെ റിസൾട്ട്. അപ്പോൾ ഇതേ ലോജിക്ക് നമുക്ക് ഇനി ഒന്ന് പ്രോഗ്രാം ആക്കിയിട്ടൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പ്രോഗ്രാമിനോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 നമ്പർ ഫസ്റ്റ് റീഡ് ചെയ്യണം. ദെൻ നമുക്ക് വിളിക്കേണ്ട ഫംഗ്ഷൻ്റെ പേര് ഒന്ന് ചേഞ്ച് ചെയ്യാം, മൾ ഓഫ് എ കോമ ബി എന്ന് കൊടുക്കാം. സോ ദ റിസൾട്ട് ഈസ് ആ റിസൾട്ട്. ഇനി ഫംഗ്ഷനെ മാറ്റി കൊടുക്കണം. ഫംഗ്ഷൻ്റെ പേര് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് മൾ എന്നാണ്. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ എ ഈക്വൽസ് 0 ഓർ ബി ഈക്വൽ 0 ആണെങ്കിൽ 0 ആണ് റിട്ടേൺ ചെയ്യേണ്ടത്, അല്ലേ? എനിത്തിങ് വിത്ത് 0 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 ആണ് റിസൾട്ട് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ സെയിം ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുക, ഈച്ച് ടൈം വി ആഡ് എ. ഇതാണ് ഇവിടുത്തെ ലോജിക്ക്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ 3 ഇൻറ്റു 4 ആണെങ്കിൽ നിങ്ങൾക്ക് 12 ആണ് കിട്ടുക. വേറൊരു നമ്പർ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 12 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ 120 ആണ് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ ലോജിക്ക്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GCD കാണാനാണ്, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് യൂക്ലിഡിയൻ ഡിവിഷൻ മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് യൂക്ലിഡിയൻ ഡിവിഷൻ മെത്തേഡ്? അതായത് റിപ്പീറ്റഡ് ഡിവിഷൻ വിത്ത് റിമൈൻഡർ. അതാണ് യൂക്ലിഡിയൻ ഡിവിഷൻ. അതായത് ഒരു നമ്പറിന് ഫോർ എക്സാമ്പിൾ എയും ബിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ആദ്യം അതിനകത്ത് ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണോ അതിനെ സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന റിസൾട്ട്, റിമൈൻഡർ, ആ റിമൈൻഡർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ എന്താണോ ബി ആക്കി എടുത്തത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ബി ബൈ കിട്ടുന്ന റിമൈൻഡർ. അപ്പോൾ അതിൽ കിട്ടുന്ന റിമൈൻഡറിനെ വീണ്ടും എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ ബി എന്താണോ എടുത്ത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റഡ് ഡിവിഷനാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതുവരെ പോകേണ്ടി വരും? റിമൈൻഡർ 0 ആകുന്നത് വരെ ഈ യൂക്ലിഡിയൻ ഡിവിഷന് റിപ്പീറ്റ് ആയിട്ട് ചെയ്തു പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ലോജിക്ക് മനസ്സിലാവാൻ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഫൈൻഡ് GCD ഓഫ് 16, 10. ഇവിടെ GCD ആ ഫംഗ്ഷൻ്റെ പേര് GCD ആണ്. സോ ദിസ് ഈസ് ദ ലോജിക്. സോ ഹിയർ മെത്തേഡിൻ്റെ പേര് GCD എന്നാണ്. ആർഗ്യുമെൻ്റ് എയും ബിയും ആണ്. അപ്പോൾ ഇവിടെ ബിയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ റിട്ടേൺ എ. അപ്പോൾ നിങ്ങൾക്കറിയാം എനി നമ്പർ വിത്ത് 0 അതിൻ്റെ GCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് നമ്പർ ആയിരിക്കും, അതായത് 0 അല്ലാത്ത നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എ 0 ആണെങ്കിൽ ബി ആയിരിക്കും അവിടുത്തെ GCD. അല്ലെങ്കിൽ റിട്ടേൺ GCD ഓഫ് ബി കോമ എ മോഡ് ബി. ഇതാണ് റിപ്പീറ്റഡ് ഡിവിഷൻ വരുന്നത്. അതായത് ഇവിടെ രണ്ടാമത് ഈ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ബി ആണ് കൊടുക്കേണ്ടത്. സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മോഡ് ബി, അതായത് റിമൈൻഡർ എന്താണോ കിട്ടുന്നത് അതാണ് ഇങ്ങോട്ട് ബി ആയിട്ട് പാസ് ചെയ്യേണ്ടത്. ദെൻ ഇതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും എനെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ബി ആക്കി മാറ്റുക, ദെൻ എ മോഡ് ബി ഇങ്ങോട്ട് പാസ് ചെയ്യുക. അങ്ങനെ 0 എത്തുന്നത് വരെ ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യലി ഇവിടെ
എ ഈക്വൽ ടു 16 ആണ്, ബി ഈക്വൽ ടു 10 ആണ്. ദെൻ വി ആർ കോളിംഗ് GCD ഓഫ് 10,6. അപ്പോൾ അത് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ 10,6 എങ്ങനെ വന്നത്? അതായത് 16 മോഡ് ടൺ ചെയ്തപ്പോഴാണ് നമുക്ക് 6 വന്നത് അല്ലേ? 16 മോഡ് ടൺ ചെയ്തപ്പോൾ അങ്ങനെയാണ് 6 വരുന്നത്. അപ്പോൾ അത് അടുത്ത ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 6. ദെൻ അഗെയിൻ വി ആർ കോളിംഗ് GCD ഓഫ് 6,4. അപ്പോൾ ഈ 4 വന്നത് 10 മോഡ് 6 ചെയ്തപ്പോഴാണ് 4 റിമൈൻഡർ വന്നത്. അഗെയിൻ എ ഈക്വൽ ടു 6, ബി ഈക്വൽ ടു 4, GCD ഓഫ് 4,2. അപ്പോൾ ഈ 2 വന്നത് 6 മോഡ് 4 ചെയ്തപ്പോൾ ബാലൻസ് 2 ആണ് വന്നത്. ദെൻ അഗെയിൻ എ ഈക്വൽ ടു 4, ബി ഈക്വൽ ടു 2, GCD ഓഫ് 2,0. അപ്പോൾ ഇവിടെ ബിയുടെ വാല്യൂ 0 എത്തി. 0 എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? 0 എത്തിക്കഴിഞ്ഞാൽ എ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. സോ 2 ആണ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുക. ആ 2 ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും, ഇത് അങ്ങോട്ട് റിട്ടേൺ ചെയ്യും, അത് അങ്ങോട്ട് റിട്ടേൺ ചെയ്യും, പിന്നെ അത് അങ്ങോട്ട് റിട്ടേൺ ചെയ്യും. സോ അതാണ് ഇവിടുത്തെ റിസൾട്ട്. കാരണം ഇവിടെ നമ്മൾ നേരത്തെ അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ ഇതുപോലെ ഇവിടെ നമ്മളൊന്നും ആഡ് ചെയ്യാനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താണോ വാല്യൂ വരുന്നത് അത് തന്നെ ആയിരിക്കും അവിടുത്തെ റിസൾട്ട്. അപ്പോൾ ഇതാണ് GCD കാണാനുള്ള ഒരു സിമ്പിൾ ലോജിക്ക്. അപ്പോൾ ഇതൊന്ന് നമുക്ക് പ്രോഗ്രാം ആക്കിയിട്ടൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്തു, സെക്കൻഡ് നമ്പർ റീഡ് ചെയ്തു, ദെൻ വി ആർ കോളിംഗ് ദ മെത്തേഡ് GCD. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ്റെ പേര് കൊടുക്കാം. സോ ഇവിടെ ഫംഗ്ഷനെ വിളിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ആ ഒരു കണ്ടീഷൻ കൊടുക്കണം. ഇഫ് ബി ഈക്വൽ 0 ആണെങ്കിൽ റിട്ടേൺ എ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വീണ്ടും ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം GCD ഓഫ്, ഇവിടെ ഫസ്റ്റ് ആർഗ്യുമെന്റ് ബി ആണ്, സെക്കൻഡ് ആർഗ്യുമെന്റ് ഇവിടെ എ മോഡ് ബി ആണ് ചെയ്യേണ്ടത്. എ മോഡ് ബി, ഇവിടെ ഒന്നും ആഡ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ 10,16 കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ GCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിരിക്കും. GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 2 ആയിരിക്കും. നമുക്ക് വേറെ 2 നമ്പർ കൊടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ 10,15 കൊടുത്തു കഴിഞ്ഞാൽ GCD 5 ആയിരിക്കും കിട്ടുക. GCD 5 ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ പ്രോഗ്രാം. അപ്പോൾ ഈ 3 റിക്കഴ്സീവ് മെത്തേഡാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. വളരെ സിമ്പിളാണ്. റിക്കഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സെയിം ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ റിക്കഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയും. അതർവൈസ് കോൾഡ് സർക്കുലർ ഡെഫിനിഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.